ചില വിഷയത്തിൽ നമ്മളോട് തന്നെ പറയും, ഇനി അത് തിരിച്ചു വരത്തില്ല, ഇനി അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അതിന് ക്രമീകരണം ഉണ്ടാകുമെന്ന്, പക്ഷേ സമയം കഴിഞ്ഞുപോയി. നമ്മൾ ചില വിഷയത്തിന് ഇടുന്ന ചില മാർക്കും അപ്പോൾ തന്നെ ചില ടൈമും അതിൻ്റെ പരിമിതികളുമുണ്ട്. പക്ഷെ ആ ടൈം പരിമിതിക്കകത്ത് അല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ നിരാശപ്പെടും. എന്തുകൊണ്ട് എനിക്കത് സാധിച്ചില്ല? എൻ്റെ കൂടെ പഠിച്ചവരും കൂടെ ജോലി ചെയ്തവർക്കും കൂടെ ഇറങ്ങിത്തിരിച്ചവർക്കും കൂടെ പ്രാർത്ഥിക്കുന്നവർക്കും ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എൻ്റെ മക്കൾക്ക് ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചു ദൈവം ആ വിഷയത്തിൽ ഒരു മറുപടി തരുമെന്ന്. അതിനുവേണ്ടി ദീർഘനാളുകൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. 21, 40, 7, 8, 1, 2 ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച്, വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്. പക്ഷേ നമ്മളിട്ട ആ ടൈമിനകത്ത് പ്രവൃത്തി കണ്ടില്ല എന്ന് വന്നപ്പോൾ നമ്മൾ ആകെ നിരാശപ്പെട്ടു, അല്ലേ? നമ്മോട് തന്നെ അങ്ങ് വെറുപ്പ് തോന്നി. ദൈവത്തോട് പോലും നമുക്ക് വെറുപ്പ് തോന്നിയ സമയം, ദൈവം മുഖപക്ഷത്തിന്റെ ദൈവമോ എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ച ഒരു ചോദ്യ ചിഹ്നം ഉയർന്നു വന്ന ആ സമയമുണ്ടല്ലോ. കാരണം നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ചോദിച്ചതാ. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടവരോടാണ് പരിശുദ്ധ ആത്മാവ് ഈ ദൂത് സംസാരിക്കുന്നത്. തിരിച്ചു വരത്തില്ല എന്ന് കരുതിയ വിഷയത്തിൽ ഒരു മടങ്ങി വരവ് ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ഉത്തമ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 40-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ എഴുതിക്കുക, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷ നടന്ന ഒത്തിരി ഉയർപ്പുകളുണ്ട്. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതും, ആ നൈൻ എന്ന പട്ടണത്തിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ചതും, ഇപ്പോൾ ഈ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് ലാസറിനെ ഉയർപ്പിച്ച കഥകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഇത് മാത്രമല്ല, ഇതിലധികം ഉണ്ട് എന്നും യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാം ഒന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് പരമസത്യം. എന്നാൽ ഇവിടെ യേശു കർത്താവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ മരിച്ചു. യേശു കർത്താവിൻ്റെ സ്നേഹിതനായ ലാസർ മരിക്കുന്നതിന് മുമ്പ്, രോഗം കൂടിയ സമയം, ഈ മാർത്തയും മറിയയും ആളെ വിട്ട് യേശു ഇരിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വാർത്ത കൊടുത്തതാ, നിന്റെ സ്നേഹിതൻ മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുക, അതുകൊണ്ട് ഇപ്പോൾ വന്നാൽ മരിക്കില്ല, അങ്ങൊന്ന് വന്നാൽ എൻ്റെ സഹോദരനെ ഞങ്ങൾക്ക് തിരികെ കിട്ടും എന്ന് പറഞ്ഞ് ഈ സഹോദരിമാരെ ആളെ വിട്ടതാണ്. പക്ഷെ യേശു ആ വാർത്ത കേട്ടിട്ട് ആ പട്ടണത്തിൽ ഒരു 3-4 ദിവസം കൂടെ എന്ത് ചെയ്തു? ഇരുന്നു. അപ്പോഴേക്കും യേശുവിൻ്റെ സഹോദരൻ ലാസർ മരിച്ചു. യഹൂദ കർമ്മം അനുസരിച്ച് അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. അടക്കം ചെയ്ത് 4 നാൾ കഴിഞ്ഞപ്പോൾ യേശു ആ പട്ടണത്തിൽ തിരികെ വന്നു. ലാസറിന്റെ ഭവനത്തിൽ അടുക്കൽ വന്നപ്പോൾ പട്ടണത്തിൽ യേശു വന്നു എന്നറിഞ്ഞ് ഈ സഹോദരിമാർ ഓടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് പറയാവുന്ന പരമാവധി കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരാതികളും വേദനകളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. യേശു അത് കണ്ടു മനസ്സലിഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ട്, യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ അവരുടെ കരച്ചിലിനോട് കൂടെ യേശുവും കരഞ്ഞു. ഉള്ളു നൊന്തു, കർത്താവിൻ്റെ ഉള്ളു നൊന്തു. നമ്മുടെ മനസ്സൊന്ന് തകരുമ്പോൾ, നമ്മുടെ കണ്ണൊന്ന് നിറയുമ്പോൾ, പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് നിറയും. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. ഇവിടെ സംഭവിച്ചത് എന്താ അറിയാമോ? യേശു കർത്താവ് ചോദിക്കുക, അവനെ വെച്ച സ്ഥലം എവിടെ? സഹോദരിയായ മറിയ പറയുക, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, മരിച്ചിട്ട് 4 നാളായി, ഇനി അവിടെ പോയിട്ട് എന്നാ കാണിക്കാനാ എന്ന ആശയത്തോടു കൂടെ ഒരു സംഭാഷണം അവിടെ നടക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, സ്ത്രീയെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? അപ്പൊ നോക്കിക്കേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ സഹോദരി പറയുക, പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല, നഷ്ടപ്പെട്ടു, പോയത് പോയി, ഇപ്പൊ 4 നാളായി, നാറ്റം വെച്ചു തുടങ്ങി, യഹൂദന്റെ
ആ പഠിപ്പിനനുസരിച്ച് ആത്മാവ് പറന്നും പോയി. ഇപ്പോൾ അത് മണ്ണിനോട് ചേരാൻ തുടങ്ങുകയാണ്. അസ്ഥിയും മാംസവും തമ്മിൽ ഇഴുകിച്ചേരാനും പുഴുവെടുക്കാനും നാറ്റം വെക്കാനും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും കല്ലറയിൽ പോയിട്ട് എന്നാ കാണിക്കാനാ യേശുവേ എന്ന് ചോദിച്ചപ്പോൾ ആ യേശു ആ വാക്കിന്റെ മുമ്പിൽ പറയുകയാ, നീ വിശ്വസിച്ചാൽ മതി, ദൈവത്തിന്റെ മഹത്വം കാണും. എൻ്റെ പ്രിയരെ, ഇതേപോലെ ചില വിഷയത്തിൽ ഞാനും നിങ്ങളും ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നാറ്റം വെച്ച വിഷയമാ, അഴുകിയ വിഷയമാ. ഇനി ഇതിനകത്ത് ഒരു വിടുതലില്ല, ഇനി ഒരു തിരിച്ചുവരവില്ല, ഇനി എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇനി ഒരു മാനസാന്തരം ഉണ്ടാകത്തില്ല, ഇനി ആ കുടുംബജീവിതം ശരിയാകത്തില്ല, ഇനി ആ മകളും മകനും തമ്മിൽ ഒന്നിക്കത്തില്ല എന്ന ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഇനി നിങ്ങളുടെ കടം മാറത്തില്ല, ഇനി ജപ്തിയാണ് ശരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ജപ്തി കിടക്കുന്ന വീട് ഇനി കിട്ടത്തില്ല, അതിനകത്ത് ഞങ്ങൾക്ക് പാർക്കാൻ പറ്റത്തില്ല, ബാങ്ക് അത് ലേലത്തിന് വെക്കും, അതുകൊണ്ട് അത് തകർന്നു പോകും എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇനിയും നിന്റെ ശരീരത്തിലെ ആ രോഗം മാറത്തില്ല, നിന്റെ കാലിന്റെ ആ പരുവ്, ആ രോഗം മാറത്തില്ല, ഇനി അതിനകത്തൊരു വിടുതലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, തിരിച്ചു വരത്തില്ലെന്ന് നീ പറഞ്ഞ, നിന്നെ നോക്കി സമൂഹം പറഞ്ഞ, വീട്ടുകാർ പറഞ്ഞ, പ്രാർത്ഥിക്കുന്നവർ പോലും ഇനി അതിനൊരു വിടുതലില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം വലിയൊരു തിരിച്ചുവരവ് ദൈവം നിനക്ക് തരാൻ പോകുന്നു. നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നാറ്റമില്ലാത്തവനായി പുറത്തു കൊണ്ടുവന്ന ദൈവം നിങ്ങളുടെ നാറുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയെങ്കിൽ നിന്റെ വിഷയത്തിനും ഒരു പൂർത്തീകരണം വരുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാ. അതുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. തകർന്ന സ്ഥലത്ത്, നിരാശപ്പെട്ട വിഷയത്തിൽ, നാറ്റം വമിച്ച വിഷയത്തിൽ, നാലാട മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നുപോയാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി. ദൈവം അതിനകത്ത് ഭയങ്കരമായ ഒരു തിരിച്ചുവരവോടുകൂടെ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. അതുകൊണ്ട് ഈ യേശു കർത്താവ് പറഞ്ഞ അതേ അർത്ഥത്തിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, ആ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ആ വീട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ആ വസ്തുവിനകത്ത് നിങ്ങൾ വീട് വയ്ക്കും, ആ പേപ്പർ വർക്കുകൾ എല്ലാം റെഡിയാകും. പ്രിയരെ, നിങ്ങൾ ആ സ്ഥലത്ത് കാലുകുത്തും. നിങ്ങളുടെ ആ വിസ സംബന്ധമായ വിഷയങ്ങളുണ്ടല്ലോ, എക്സാം പരമായ വിഷയങ്ങൾ, ചില പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിൽ എന്നോട് പറയുന്നു, ഇനിയും ചില ദിവസങ്ങളും ആഴ്ചകളും മാത്രമേ ഉള്ളൂ ആ രാജ്യത്ത് നിൽക്കാൻ. കാരണം ആമേൻ, ആ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, ആ എക്സാം നീ പാസ്സായിട്ടില്ല. ഇനി തിരികെ നീ ഇന്ത്യയിലേക്ക് വരണമെന്ന പ്രതീക്ഷയിലായിരിക്കും നീ ആയിരിക്കുന്നത്. എന്നാൽ ദൈവാത്മ പറയുന്നു, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം നീ തിരിച്ചു വരാൻ നിന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ അത്ഭുതങ്ങളുടെ പേപ്പറുകൾ തരാൻ എൻ്റെ ദൈവം മതിയായവനാ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇനി ഉയരത്തില്ല, ഇനി തിരിച്ചു കിട്ടത്തില്ല, ഇനി നടക്കത്തില്ല എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിലെ ആ കല്യാണം, ആ വീട്, ആ ജോലി, ആ വിഷയത്തിനകത്ത് ഒരു വലിയ മടങ്ങി വരവ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ പറയുകയാണ്, വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുക. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നതെന്ന് എന്നതുപോലെ ഇന്ന് രാവിലെയും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. മനുഷ്യരിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അമ്പെ പരാജയപ്പെടും, നിങ്ങൾ നാറും, നിങ്ങളുടെ വിഷയത്തിനകത്ത് നീക്കുപോക്കില്ലാതെ വരും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. എന്നാൽ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്ക്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന അവരുടെ മുഖമാ ലജ്ജിച്ചു പോകാത്തത്. ഈ എളിയവരാണ് നിലവിളിച്ചത്, യഹോവ അത് കേട്ടു. നിങ്ങൾ നിലവിളിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നുണ്ട്. ഇസ്രായേൽ മിസ്രൈമിലെ അടിമ വീട്ടിൽ കട്ടച്ചൂളെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവരുടെ നിലവിളി കേട്ട് അവരുടെ കഷ്ടത കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ കഷ്ടതയും നിങ്ങളുടെ നിലവിളിയും കേൾക്കുന്നുണ്ട് പ്രിയരെ. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ഗ്രേസ് ടിവിയുടെ ഈ പ്രഭാത സന്ദേശത്തിനകത്ത് പ്രവചിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ തിരികെ വരത്തില്ലെന്ന് പറഞ്ഞ ആ അനുഗ്രഹം, ഇനി അത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ ആ അനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ ദൈവം തരും. 10 പ്രാവശ്യം നിങ്ങൾ ഇന്റർവ്യൂവിന് പാസ്സായി കാണും,
പക്ഷെ നിങ്ങൾക്ക് ഒരു നന്മ കിട്ടാൻ കഴിഞ്ഞു കാണത്തില്ല. ചിലപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് നിങ്ങൾ ഫെയിലായി കാണും. നിങ്ങൾക്കൊന്ന് ജയിക്കാൻ പറ്റുന്നില്ല, ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ എത്ര പ്രാവശ്യം നീ ഫെയിലർ ആയാലും ഒറ്റ തവണ കൂടെ ദൈവത്തിന്റെ സന്നിധി നിനക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇനിയും നിന്റെ ജീവിതത്തിലേക്ക്, നിങ്ങളിലേക്ക് ഈ അനുഗ്രഹം വരത്തില്ല എന്ന് നിങ്ങൾ തന്നെ എഴുതി സീൽ ചെയ്ത വിഷയത്തിൽ അതിനെ പൊട്ടിച്ചു കളഞ്ഞ് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ലാസറിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ, നോക്കുക, ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളെയും പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ വിഷയത്തെയും പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ജോലിയും പുറത്തു വരും. നിങ്ങളുടെ അനുഗ്രഹം പുറത്തു വരും. ഒരു കാലത്തും നിങ്ങളെ അങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരു കല്ലറയ്ക്കും നിങ്ങളെ പിടിച്ചമർത്തി വെക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് നിങ്ങളെ എക്കാലവും ഒതുക്കി അമക്കി വെക്കാൻ പറ്റില്ല. ലാസറിനെ വെക്കാൻ 4 ദിവസത്തിനേ കഴിഞ്ഞുള്ളൂ. യേശുവിനെ വെക്കാൻ 3 ദിവസത്തിനേ കഴിഞ്ഞുള്ളൂ. ഒരു കല്ലറയ്ക്കും അവരെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിങ്ങളുടെ ഒരു മകൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ചില സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ ഇനി ഗതി പിടിക്കില്ലെന്ന്, അതിനകത്തൊരു റിസൾട്ട് ഉണ്ട്. മടങ്ങി വരത്തില്ല, തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞ ആ അനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ പൊതിഞ്ഞു തരാൻ എൻ്റെ ദൈവം മതിയായവനാ. വിളിച്ചു വരുത്തി തരാൻ എൻ്റെ ദൈവം മതിയായവനാ. നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ ദൈവം മതിയായവനാ. നിങ്ങൾ ഇന്ന് രാവിലെ ഈ ദൂതിന്റെ മുമ്പിൽ ഒരാമേൻ പറഞ്ഞാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഈ ദൂതിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കും പ്രിയരെ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ലാസർ പുറത്തു വന്നതുപോലെ നാറ്റം വെച്ച ശരീരത്തിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി ജീവൻ പകർന്ന് പഴയ ഒരു മനുഷ്യന്റെ ശരീരം പോലെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ വിഷയത്തിലും നിങ്ങൾക്ക് അസാധ്യമായിരിക്കും. പക്ഷെ ദൈവത്തിന് അത് അസാധ്യമല്ല. ദൈവത്തിന് അത് സാധ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഉറച്ചു പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് നിങ്ങളും ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. അപ്പോൾ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇതിൻ്റെ ഷെയർ ബട്ടൺ ഒന്ന് അമക്കി മറ്റുള്ളവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങൾക്ക് നന്മകൾ തരും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ആദരിക്കും. നിങ്ങളെ ദൈവം ആദരിക്കുമ്പോൾ ഈ കുടുംബ ശുശ്രൂഷയും കൂടെ നിങ്ങൾ ഓർക്കുക. നിങ്ങളാൽ കഴിയുന്ന നന്മകൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നെ ഇത് മറ്റുള്ളവരെ നിങ്ങൾ പരിചയപ്പെടുത്തുക. പ്രിയരെ, എല്ലാ ദിവസവും 6 മണിക്ക് കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ ചാനലിൽ കൂടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളോട് അങ്ങ് പറഞ്ഞല്ലോ കർത്താവെ, തിരിച്ചു വരത്തില്ലെന്ന് ഞങ്ങൾ കുറിച്ച വിഷയത്തിൽ, ഞങ്ങൾ എഴുതിയ വിഷയത്തിൽ, ഞങ്ങൾ എഴുതി തള്ളിയ വിഷയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നും ഞങ്ങൾക്കൊരു മടങ്ങിവരവ്, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ മടങ്ങി വരുമെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ഉയർച്ച മടങ്ങി വരുമെന്ന്, ഞങ്ങൾ എവിടെ ഫ്ലോപ്പായോ അവിടെ ഞങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സന്ദേശം ഈ മക്കൾക്ക് ഞാൻ കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രവചന ദൂത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.